അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീന വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത്തം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ സ്നേഹാദരനരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയെക്കുറിച്ച് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പരിചയപ്പെടുത്തുമ്പോൾ അവിടെ പറഞ്ഞ പ്രത്യേകമായ ഒരു ഗുണമാണ് വഇദാ മരിൽതു ഫഹുവ യശ്ഫീനി. എനിക്ക് രോഗം വന്നാൽ എനിക്ക് ശിഫ നൽകുന്നവൻ അള്ളാഹുവാണ്. വേറൊരാൾക്കും ശിഫ നൽകാൻ സാധിക്കുകയില്ല. ഡോക്ടറിൻ്റെ അടുത്ത് പോയാൽ ശിഫ കിട്ടുകയില്ല. മറിച്ച് ശിഫയ്ക്കുള്ള കാരണമാകുന്ന മരുന്നുകൾ എഴുതി തരും. അത് കഴിക്കുന്നതിലൂടെ രോഗം അള്ളാഹു ഉദ്ദേശിച്ചാൽ ശിഫയാകും. എന്നാൽ മരുന്ന് കഴിച്ചാലും ശിഫയാകാത്ത അവസ്ഥകൾ ഉണ്ടാകും. മരുന്ന് കഴിക്കുക എന്നത് രോഗം മാറാനുള്ള കാരണങ്ങളാണ്. ആ കാരണങ്ങളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുപക്ഷെ രോഗം മാറ്റിയെന്നു വരും, ചിലപ്പോൾ രോഗം വർദ്ധിപ്പിച്ച് എന്നും വരും. എന്നാൽ മരുന്നില്ലാതെയും നമുക്ക് ശിഫ നൽകുന്നവൻ അള്ളാഹു മാത്രമാണ്. എന്നാൽ നമ്മുടെ കേരളക്കരയിൽ അറിയപ്പെട്ട ഒരു പണ്ഡിതൻ എന്ന് പറയുന്ന സമസ്തയിലെ വലിയ ഒരു ഉസ്താദ്, നമുക്കറിയാം, എല്ലാവർക്കും അറിയുന്ന ഒരു ഉസ്താദാണ് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി. അദ്ദേഹം ഈ അടുത്ത് സംസാരിച്ച ഒരു സംസാരത്തിൽ അദ്ദേഹത്തിൻ്റെ മുൻകാലത്തെ നടന്ന ഒരു സംഭവം എടുത്തു പറയാൻ. അദ്ദേഹം ദർസിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയം, നഹ്വിൻ്റെ കിതാബ് വായിച്ചു കൊണ്ടിരുന്ന സമയം, ആ സമയത്ത് ഒരു രോഗം ബാധിച്ചു അദ്ദേഹത്തിന്. ആ രോഗം ബാധിച്ചപ്പോൾ അദ്ദേഹം നേരെ CMൻ്റെ അടുത്ത് ചെന്നു. CM മടവൂരി എന്ന് പറയുന്ന, ഇന്ന് അവരുടെ മുദബ്ബിറുൽ ആലം എന്ന് പരിചയപ്പെടുത്തുന്ന ഒരു വ്യക്തിയുടെ അടുത്ത് ചെന്നുകൊണ്ട് എനിക്കിന്ന രോഗമാണ്, എനിക്ക് ശിഫ നൽകണം, അല്ലെങ്കിൽ എൻ്റെ രോഗം അത് മാറ്റിത്തരണമെന്നൊക്കെ ആവശ്യപ്പെട്ടപ്പോൾ ഇനി രോഗമില്ല എന്ന് പറയുകയും അതോടുകൂടി അതിനുശേഷം ഇന്നേ വരെ അദ്ദേഹത്തിന് ആ രോഗം ബാധിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം പ്രസംഗിക്കുന്നത്. നമുക്ക് ആ ഭാഗം കേൾക്കാം. ആ രോഗം കാരണത്താൽ ഞാൻ സീമുലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹു തങ്ങളെ കാണാൻ പോയി. നാദാപുരത്ത് ഒരു വീട്ടിൽ മഹാനവറുകൾ ഉണ്ടായിരുന്നു. ഞാൻ പേരോട് വെച്ച് നഹ്വിന്റെ കിതാബ് ഓതുന്ന സമയമാണ്. ഞാൻ മഹാനവറുകളെ കാണാൻ പോയി. എന്റെ പെങ്ങളെ വീട്ടിൽ സീമുലിയുല്ലാഹിയെ അവരുടെ ഭർത്താവിന്റെ വാപ്പ കൊണ്ടുവന്നിരുന്നു. അതൊക്കെ പഴയ കാലത്തുള്ള സംഭവങ്ങളാണ്. ഇരിക്കട്ടെ, ഞാൻ അവിടെ ചെന്നു. കണ്ടപ്പോ എന്നോട് ചില സൂറത്തുകൾ ഓതാൻ പറഞ്ഞു. എന്റെ രോഗം പറഞ്ഞപ്പോൾ അതിന് വേണ്ടാന്ന് പറഞ്ഞു. അൽഹംദുലില്ലാ, ആ രോഗം എനിക്ക് ശേഷം ഇല്ല, ഇപ്പോഴും ഇല്ല. അല്ലാഹു തആല അവിടുത്തെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. അപ്പോൾ രോഗം പറഞ്ഞപ്പോൾ ഇനി ആ രോഗം വേണ്ട, ഇനി ആ രോഗമില്ല എന്ന് പറഞ്ഞതോടുകൂടി അദ്ദേഹത്തിൻ്റെ ആ രോഗം, അതായത് പേരോട് സഖാഫിയുടെ ആ രോഗം ഇല്ലാതാവുകയും ഇന്നേ വരെ ആ രോഗം അദ്ദേഹത്തിന് ബാധിച്ചിട്ടില്ല എന്ന് അദ്ദേഹം പ്രസംഗിക്കുകയാണ്. യഥാർത്ഥത്തിൽ രോഗം മാറ്റുന്നവൻ ആര് എന്ന് പരിചയപ്പെടുത്തിയപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞത്, ഇത് രോഗം വന്നാൽ രോഗം മാറ്റുന്നവൻ അള്ളാഹുവാണ്. അള്ളാഹുവിനെക്കുറിച്ച് സമൂഹത്തിൽ പരിചയപ്പെടുത്തുന്ന രൂപങ്ങൾ പറഞ്ഞപ്പോൾ, അള്ളാഹുവിൻ്റെ കഴിവുകൾ എടുത്തു പറഞ്ഞപ്പോൾ അതിലെണ്ണിയതാണ് രോഗം വന്നാൽ ആ രോഗം ശിഫയാക്കി തരുന്നവൻ അള്ളാഹുവാണ്. അപ്പോൾ അള്ളാഹുവിനെ പരിചയപ്പെടുത്താൻ ഇത് പ്രത്യേകം എടുത്തു പറയണമെങ്കിൽ മറ്റൊരാൾക്കും ഇല്ലാത്ത സിഫത്താണല്ലോ എടുത്തു പറയേണ്ടിയിരുന്നത്. മറ്റൊരാൾക്കുള്ള ഒരു സിഫത്താണ്, ഒരു ഗുണമാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറയുന്നത് എങ്കിൽ ആളുകളത് സ്വീകരിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഇദാ മരിൽതു ഫഹുവ യശ്ഫീനി, ഞാൻ രോഗിയായിക്കഴിഞ്ഞാൽ എൻ്റെ രോഗം ശിഫപ്പെടുത്താൻ കഴിയുന്നവൻ അള്ളാഹു മാത്രമാണ് എന്നതാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. മാത്രമല്ല, മഹാനായ അയ്യൂബ് നബി അലൈഹി സ്വലാം നമുക്കെല്ലാവർക്കും അറിയുന്ന ചരിത്രമാണ്. 18 വർഷമാണ് അദ്ദേഹം രോഗം കൊണ്ട് പ്രയാസപ്പെട്ടത്. ആ രോഗം കൊണ്ട് പ്രയാസപ്പെട്ട സമയത്തും അള്ളാഹുവിനോട് മാത്രമാണ് വിളിച്ചു പ്രാർത്ഥിച്ചിട്ടുള്ളത്. അയ്യൂബ് നബി അലൈഹി സ്വലാമിന് മുൻപ് എത്രയെത്ര മഹാന്മാർ, എത്രയെത്ര അമ്പിയാക്കന്മാർ, എത്രയെത്ര നബിമാർ കഴിഞ്ഞു പോയിട്ടുണ്ട്, മൺമറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും അയ്യൂബ് നബി അലൈഹി സ്വലാം 18 വർഷക്കാലം ആ രോഗം അനുഭവിച്ചിട്ടും ഒരു നബിയുടെ ഖബറിൻ്റെ അടുത്ത് പോയിട്ടും, അല്ലെങ്കിൽ ഒരു മഹാൻ്റെ ഖബറിൻ്റെ അടുത്ത് പോയിട്ടും, ഒരു വലിയുടെ ഖബറിൻ്റെ അടുത്ത് പോയിട്ടും അയ്യൂബ് നബി അലൈഹി സ്വലാം പ്രാർത്ഥിച്ചിട്ടില്ല, അവരോട് രോഗം മാറ്റിത്തരാൻ ആവശ്യപ്പെട്ടിട്ടില്ല. മറിച്ച് വിശുദ്ധ ഖുർആൻ പറയാണ്, വ അയ്യൂബ ഇദ് നാദാ റബ്ബഹു ഇന്നി മസ്സനിയദ്ദുർറു വ അൻത അർഹമുർ റാഹിമീൻ. അല്ലാഹുവേ, എനിക്കിന്ന രോഗം ബാധിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നീ അർഹമുർ റാഹിമാണ്, കരുണാനിധിയാണ്,
അതുകൊണ്ട് നീ എനിക്കെൻ്റെ രോഗം ഷിഫയാക്കി നൽകണേയെന്ന് രോഗം വന്നപ്പോൾ അയ്യൂബ് നബി അലൈഹി സ്വലാം പോലും പ്രാർത്ഥിച്ചത് അള്ളാഹുവിനോടാണ്. എന്നാൽ ഇവിടെ പേരോട് ഉസ്താദ് പഠിപ്പിക്കുന്നു, രോഗം ബാധിച്ചപ്പോൾ CM മടവൂർ ഇനി വേണ്ട എന്ന് പറഞ്ഞതോടുകൂടി ആ അസുഖം മാറുകയും ജീവിതത്തിൽ പിന്നെ ഇന്നേ വരെ വർഷങ്ങളോളം കഴിഞ്ഞിട്ടും അത് ബാധിച്ചിട്ടില്ല എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഞാനൊന്ന് ചോദിക്കട്ടെ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ അറിയപ്പെട്ട കേരളത്തിൽ അറിയപ്പെട്ട സമസ്തയുടെ AP വിഭാഗത്തിലെ നമ്മുടെ AP ഉസ്താദ്, അദ്ദേഹം രോഗം വന്നു. ആ രോഗം വന്നപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. എന്തുകൊണ്ട് CMൻ്റെ ഖബറിൽ ചെന്ന് എനിക്ക് രോഗം മാറ്റിത്തരണമെന്ന് പ്രാർത്ഥിച്ചില്ല? ആ സെക്കൻഡിൽ മാറുമല്ലോ. നിങ്ങളുടെ വിശ്വാസപ്രകാരമാണ് എങ്കിൽ ഇനി വേണ്ട എന്ന് പറയുന്നതോടുകൂടി ആ രോഗം മാറുമല്ലോ. കാരണം നിങ്ങളുടെ വിശ്വാസപ്രകാരം ഒരാൾ മരിച്ചാൽ, ഒരു വലിയ മരിച്ചാൽ ആ മരിക്കുന്നതിലൂടെ കഴിവ് വർദ്ധിക്കും എന്നാണ് പല സ്റ്റേജുകളിലും നിങ്ങളൊക്കെ പറയുന്നത്. ജീവിച്ചിരിക്കുന്നതിനേക്കാൾ കഴിവ് വർദ്ധിക്കുമെന്നാണ്. അപ്പോൾ ഇനി വേണ്ട, ഇനി ഖബറിലേക്ക് എത്തണ്ട, നാട്ടിൽ നിന്ന് തന്നെ നിങ്ങൾ വിളിച്ചാൽ നിങ്ങളുടെ വിശ്വാസപ്രകാരം അത് മാറിക്കിട്ടണ്ടേ? എന്തുകൊണ്ട് AP ഉസ്താദ് ഹോസ്പിറ്റലിൽ പോയി? ഇനി ഹോസ്പിറ്റലിൽ പോയത് മാത്രമല്ല, കേരളക്കരയിൽ അങ്ങോളം ഇങ്ങോളം പ്രാർത്ഥന വസിയത്തുമായി പോസ്റ്ററുകൾ അടിച്ചിറക്കി. അതിൻ്റെ ഓൺലൈൻ പോസ്റ്ററുകൾ ധാരാളമായി കൊണ്ട് സോഷ്യൽ മീഡിയകളിൽ പ്രചരിപ്പിച്ചു. പ്രത്യേകിച്ച് ജുമാ ഖുതുബകളിൽ അതിൻ്റെ അവസാനങ്ങളിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞു. എന്തുകൊണ്ട് നിങ്ങളുടെ ഈ വിശ്വാസപ്രകാരം CM നിങ്ങളെ സഹായിച്ചിട്ടില്ല എന്നാണല്ലോ ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. അപ്പോൾ ക്ലിയറായിക്കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു വിഷയമെന്നത് അള്ളാഹു മാത്രമാണ് നമ്മുടെ കാര്യകാരണ ബന്ധങ്ങൾക്കതീതമായിക്കൊണ്ട് നമ്മുടെ പ്രയാസ പ്രതിസന്ധികളിൽ ഇടപെടാൻ, നമ്മുടെ ഏതു വിഷയങ്ങളിലും ഇടപെടാൻ കഴിയുന്നവൻ അള്ളാഹു മാത്രമാണ്. രോഗം മാറ്റിത്തരാൻ കഴിയുന്നവൻ, കാരണങ്ങളില്ലാതെ രോഗം മാറ്റിത്തരാൻ കഴിയുന്നവൻ അത് അള്ളാഹു മാത്രമാണ്. നുണപ്രചരണങ്ങൾ സമൂഹത്തിൻ്റെ മുന്നിൽ ഇനിയെങ്കിലും ഒന്ന് അവസാനിപ്പിക്കണമെന്നാണ് പ്രിയ ഉസ്താദുമാരോട് ഓർമ്മപ്പെടുത്താനുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.